Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility-related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym. Post-delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. Hello friends, welcome to Life Beats. Life Beats in the episode like everkum swagatham. ഇന്നത്തെ ലൈഫ് ബീറ്റ്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പം ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ സംസാരിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രം പേട്ട അക്ഷരവേദി ലെയിൻ പുനർജനി ഹോസ്പിറ്റലിലെ MD-യും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ലെറ്റ്സ് വെൽക്കം ഹർ. Hello doctor. Hi everybody. Today all looking like a princess. Thank you so much. Appo princess problems aanu nammal innu discuss cheyan povunathu alle infertility. Infertility ellarkum ullathu. That is both male and female rendum. Appam so idu nammal already ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിന്റെ വേറെ പല ടൈപ്പ് ഓഫ് ഇത് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് വന്നിട്ട് what we can do is ആളുകൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ മാക്സിമം വിൽ ക്ലിയർ ദാറ്റ്. മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, വാട്ട് ഓൾ ഡൗട്ട്സ് ആൻസർ ചെയ്യാം. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ. കാര്യം വെച്ചാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രൈവറ്റായിട്ട് വിളിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ. സി ഇപ്പോൾ ചിലർ ചോദിക്കുക സെമൻ കൗണ്ട് കുറഞ്ഞു പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, സോ അത് കൂടുതലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, സോ അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കണം. സോ ഇതൊക്കെ ഒരു വാക്കിൽ നമുക്ക് വന്നിട്ട് യു കാൺ ഗിവ് എൻ ആൻസർ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, ആ ഒരു മെസ്സേജിൽ ഐ കാൺ ഗിവ് ഓൾ ദി ആൻസർ. സോ അപ്പം ബേസിക്കലായിട്ട് ഇങ്ങനെ ഒരുപാട് സംശയം പലർക്കും ഉണ്ട്. ദെൻ സ്ത്രീകൾക്കായാലും ഈ PCOD ഒക്കെ വന്നാൽ ചില ഹോസ്പിറ്റൽസിൽ പോയി കഴിയുമ്പോൾ ഇപ്പോൾ ഈ IVF ഒക്കെ സ്ഥിരം നടക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ദേ സേ IVF എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് വലിയ ട്രീറ്റ്മെന്റുകളിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഈസ് ഓൾവേസ് ദെയർ. സോ അപ്പോൾ അതുകൊണ്ട് പലരും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളിൽ ചില കാരണങ്ങളുണ്ട്. റൂട്ടീനായിട്ട് ഈ വന്ധ്യത, ദറ്റ് ഈസ് കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരവസ്ഥ വരാൻ സ്ത്രീകളില്ലെന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ PCOD എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്ന് എൻഡോമെട്രിയോസിസ് എന്നൊരു സംഭവമുണ്ട്. ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ അണ്ടാശയത്തിലെ ഓവറിയിൽ സിസ്റ്റുകൾ വരുന്നത്, വലിയ സിസ്റ്റ് വന്നിട്ട് അതിൽ രക്തം നിറയുന്നതും ആ രക്തം പിന്നെ അങ്ങനെ കെട്ടിക്കിടന്നിട്ട് അത് ഒരു വല്ലാത്ത ഒരു കട്ട പിടിച്ചിട്ടുള്ള കളർ ആവുന്നതാണ് ചോക്ലേറ്റ്. അതുകൊണ്ടാണ് ആ കളറിൽ വരും. സോ ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊരു പേര് അതിന് വരുന്ന അങ്ങനെയാണ്. സോ എവറി പീരിയഡ് ടൈമിൽ അതിൽ ബ്ലഡ് നിറയുന്നു. അങ്ങനെ വരുമ്പോഴും ഈ ഓവറി അണ്ടാശയം ആക്ട് ചെയ്യത്തില്ല. സോ എവറി ടൈം എപ്പോഴാണോ നമ്മുടെ ഓവറി ആക്ട് ചെയ്യുന്നോ, അതായത് അത് എങ്ങനെ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ശരിക്കുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരു സ്ത്രീക്ക് കറക്റ്റായിട്ട് അണ്ടാശയം പ്രവർത്തിക്കണം എല്ലാ മാസവും. അത് പീരിയഡിന്റെ ആ സമയം മുതലേ തുടങ്ങി പ്രവർത്തിച്ചു തുടങ്ങും. സോ പ്രവർത്തിച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അത് പതുക്കെ പതുക്കെ അതിൻ്റെതായ ഒരു പ്രാവശ്യം ഒരു റൈറ്റും ലെഫ്റ്റും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് അണ്ടാശയം. സോ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു അണ്ടാശയമായിരിക്കും വർക്ക് ചെയ്യുന്നത്. യൂഷ്വലി അങ്ങനെയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിലൊരു മുട്ടകൾ എഗ് ഉണ്ടാകും. സോ ആ എഗ്സ് വന്നിട്ട് ആക്ച്വലി ഉണ്ടായി കഴിഞ്ഞാൽ ദെൻ അത് ആ സമയത്ത് പ്രോപ്പറായിട്ട് അത് പുറത്തു വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഓവുലേഷൻ നമ്മൾ പറയും. എഗ് വന്നിട്ട് അണ്ടാശയം ഓവറിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വി കോൾ ഇറ്റ് ഓവുലേഷൻ. ആ സമയത്താണ് ഇവർ തമ്മിൽ ബന്ധപ്പെടുന്നതെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നല്ല ചാൻസസ് ഉണ്ട് ഈ സ്പേം, അതായത് ബീജം
തീർച്ചയായിട്ടും ഈ മുട്ടയോടുകൂടി എഗ്ഗോടുകൂടി ചേർന്നിട്ട് ഒരു കുഞ്ഞായി വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ കറക്റ്റ് ടൈമിംഗ് കറക്റ്റായിട്ട് വരേണ്ടി വരും. നമുക്കപ്പോ നമ്മുടെ ഫസ്റ്റ് കോളർ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഞാൻ മിനി തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ എന്റെ മകന് വേണ്ടിയിട്ടാണ്. മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 കൊല്ലമായി. ഓക്കെ. അപ്പോ ഇനിയിപ്പോ അവര് വല്ല ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സമയമായോ, എങ്ങനെയാണോ? 1 കൊല്ലം വരെ നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം. ഹലോ, 1 കൊല്ലം വരെ നോക്കിയിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും പ്രോപ്പറായിട്ട് ട്രൈ ചെയ്തു, ഒരുമിച്ചായിരുന്നു, എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അറ്റ്ലീസ്റ്റ് ബേസിക് ടെസ്റ്റുകളെല്ലാം ചെയ്യണം. രണ്ടുപേരും നോർമൽ ആണോ എന്ന് നോക്കണം. ഓക്കെ. സോ ഗൈനക്കോളജിയുടെ അടുത്താണോ കൊണ്ടുപോകേണ്ടത്? അതെ 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 അതെ, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്താണ് കൊണ്ടുപോകേണ്ടത്. സോ അപ്പം ഒരു കാര്യം ചെയ്യണം, ദാറ്റ് ഈസ് ആദ്യം ബേസിക് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് തന്നെയാണ് കൊണ്ടുപോകേണ്ടത് രണ്ടുപേരെയും. എന്നിട്ട് കപ്പിൾ ട്രീറ്റ്മെന്റ്, രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് രണ്ടുപേരുടെയും എല്ലാ ബേസിക് ടെസ്റ്റുകളെല്ലാം നമ്മൾ ചെയ്യിക്കുകയും വേണം. ഓക്കെ. സോ അപ്പം ആ ചെയ്യിച്ച് നോക്കിയിട്ട് രണ്ടുപേരും എത്ര പെർസെന്റേജ് നോർമൽ ആണ് ആ കാര്യം നമുക്ക് എന്തായാലും അറിയണം. സോ ആ നോർമൽസി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വന്നിട്ട് തീർച്ചയായിട്ടും അവര് അടുത്ത സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പം ഒരു 80 to 90% നോർമലാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ബട്ട് വിത്ത് സം അസിസ്റ്റൻസ്, കുറച്ചും കൂടി കൂടുതൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു എഗ്ഗെങ്കിലും ഉണ്ടായാൽ മാത്രമേ അത് ബീജമായിട്ട് ചേർന്നിട്ട് ഒരു കുഞ്ഞാവുള്ളൂ. സോ കൂടുതൽ എഗ്സ് ഉണ്ടാക്കാനുള്ള അങ്ങനത്തെ ഒക്കെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന കുറച്ച് മാർഗങ്ങളുണ്ട്. സോ അതിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ സോ ഇറ്റ്സ് ഹൈ ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. 1.5 വർഷമൊക്കെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിന് കുറച്ചൊക്കെ മുമ്പേ തന്നെ ഈ ടെസ്റ്റുകളൊക്കെ എങ്കിലും ചെയ്ത് നോക്കാം. സി ഹൗ നോർമൽ വി ആർ എന്തെങ്കിലും നമുക്ക് അറിഞ്ഞു വെക്കണം. ദാറ്റ് ഈസ് എ ബെറ്റർ തിങ്. അപ്പൊ എത്രയും വേഗം. ഓക്കെ. Okay, thank you so much for calling. Okay, so you were talking about ഈ ഓവുലേഷന്റെ സമയത്താണ് കറക്റ്റ് ആവുകയാണെങ്കിൽ. പക്ഷേ ഈ സ്ത്രീകളില് കൂടുതലും കാണുന്ന ഈ കുട്ടികൾ ഉണ്ടാകാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ ഒരുപാട് കാണുന്നത് ഇറ്റ് ഈസ് ഒരു 80% എങ്കിലും PCOD തന്നെയാണ് കാരണം, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. അപ്പം ഈ ഓവറിയിലുള്ള കൊച്ചു കൊച്ചു സിസ്റ്റുകള്, ആ സിസ്റ്റുകൾ കാരണം തീർച്ചയായിട്ടും വേറെ, അത് സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എഗ് ആകാതെ ഒരു ബബിൾ പോലെ അങ്ങ് മാറി അങ്ങിരിക്കുക. അപ്പം എഗ്സ് പ്രോപ്പറായിട്ട് ഉണ്ടായി പുറത്തു വരില്ല. ഇതാണ് പോളിസിസ്റ്റിക് ഓവറിയിൽ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ്, ദാറ്റ് ഈസ് പ്രോപ്പർ എഗ്സ് ഇല്ല. അപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗെങ്കിലും പുറത്ത് വന്നാലേ കുഞ്ഞുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇവരുടെ എന്ന് വെച്ചാൽ ഈ PCOD ഉള്ള കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ 2 ഓവറീസും പ്രോപ്പറായിട്ട് വർക്കിങ്ങേ അല്ല. അവരുടെ സ്വന്തം രീതിയിൽ ഹോർമോൺസ് ഉണ്ടാക്കുന്നില്ല. സ്വന്തം രീതിയിൽ എഗ്സ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടായി പുറത്തു വരുന്ന ആ ഒരു നോർമൽ പ്രോസസ് അവിടെ നടക്കുന്നില്ല. മറിച്ച് ചെറിയ 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 ബബിൾസ് പോലത്തുള്ള ഒരുപാട് സംഭവങ്ങൾ, സിസ്റ്റം നമ്മൾ പറയും, അങ്ങനെ അതിനെയാണ് പോളിസിസ്റ്റിക്. അപ്പം ഒത്തിരി അതുപോലത്തെ സിസ്റ്റുകൾ ഈ ഓവറി നിറച്ചും ആവും. സോ അതിൽ നിന്ന് പുരുഷ ഹോർമോണുകൾ കൂടുതൽ ഉണ്ടാകുകയും ചെയ്യും. സോ നാച്ചുറലി ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ വലിയൊരു പ്രശ്നം സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഓവറിക്ക് വന്നിട്ട് ആക്ഷൻ വന്നിട്ട് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ വരുന്നത്. സോ ആ ഒരു സംഭവം കാരണം നമ്മൾ ലെവൽസ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പം PCOD എന്ന് പറയുന്നതിന്റെ ട്രീറ്റ്മെന്റ് ഓരോരുത്തരും അവരവർക്ക് തോന്നിയ രീതിയിലൊക്കെയാണ് പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് പോയാൽ കുറച്ച് കോൺട്രസെപ്റ്റീവ് പിൽസ് മാത്രം കൊടുത്തിട്ട് കുറച്ച് മാസങ്ങളെ പീരിയഡ് ശരിയാക്കും. മിക്ക പ്രാവശ്യം നോക്കിയാൽ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ബേസിക്കലി പീരിയഡ് ഇറഗുലർ ആയിരിക്കും. 2 മാസം വരില്ല, പിന്നെ വരും, വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും, നിൽക്കില്ല. അങ്ങനെയൊക്കെയാണ് യൂഷ്വലി ഇവരുടെ ഒരു പാറ്റേൺ. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട്
ഒരു 30 ദിവസത്തിനകത്ത് ഉണ്ടാകേണ്ട ഹോർമോണുകൾ ഇങ്ങനെ 1 by 1 ഒരു സ്ത്രീയിലുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിതം, അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നടക്കണില്ല. സോ എപ്പോഴെങ്കിലും ബ്ലീഡ് ചെയ്യുക, അത് ബ്ലീഡ് ചെയ്ത് നിൽക്കാണ്ടിരിക്കുക, ഇതൊക്കെ നോക്കിയാൽ മതി. പോളിസിസ്റ്റിക് ഓവറിക്കാർക്ക് നമുക്ക് കാണാൻ പറ്റും. സോ അവർക്ക് അങ്ങനെ അത് വരുന്നവർക്ക് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ഏറ്റവും വലിയൊരു കാരണമായിട്ട് വരും, കുട്ടികളുണ്ടാവാതിരിക്കും. നമുക്കപ്പോൾ നമ്മുടെ അടുത്ത കോളർ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഞാൻ കുറുമ്പശ്ശേരി എയർപോർട്ടിനടുത്താണ്, നെർബശ്ശേരിന്ന് വിളിക്കുന്നത്. ശരി, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ഞാനേ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. മോള് സൗദിയിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ കല്യാണം കഴിഞ്ഞ ജൂലൈയിലാണ് കല്യാണമായിരുന്നത്. ജൂലൈ 20-ാം തീയതി ആയിരുന്നു കല്യാണം. അപ്പൊ ഇപ്പൊ 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം ആകാൻ പോകുന്നു. പിന്നെ ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ 4 മാസമായിട്ടുള്ളൂ സൗദിയിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇപ്പൊ അവര് സൗദിയിൽ തന്നെ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ മോന് ചെറിയ ഒരു തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കൊറേ ട്രൈ ചെയ്യേണ്ട ദിവസം കിട്ടുന്നുണ്ടായിരുന്നില്ല. ശരി, ഓക്കെ. ഇപ്പൊ കിട്ടിയല്ലോ. ഓക്കെ. തൈറോയിഡിന്റെ പ്രശ്നം മകനാണ്. ചെറിയ തോതിലൊന്ന് പറഞ്ഞവര്. എന്നാലും അതിന് ഏത് തോതില് അത് കുറവാണോ ആ തോതില് ഉള്ള മരുന്ന് പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് അത് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ അത് കഴിച്ചു തുടങ്ങട്ടെ. കഴിച്ചു തുടങ്ങിയാൽ മാത്രമേ നല്ല ബീജങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അതൊരു വലിയ അത്യാവശ്യമാണ്. തൈറോയിഡ് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് കാര്യങ്ങൾക്ക്. ഇതിപ്പോ വന്ധ്യതയുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ഈ കാര്യം പറയുന്നു. ഒരുപാട് എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യണം. പിന്നെ 2 പേരും എല്ലാ തരം ടെസ്റ്റുകളും ചെയ്ത് നോക്കിയോ, അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. 2 പേരും ഏകദേശം ഒരു 90% എങ്കിലും നോർമൽ ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിൽ സെമൻ ടെസ്റ്റ് നോക്കണം, ബേസിക് ആയിട്ടുള്ള ഹോർമോണുകൾ നോക്കണം, ഈ പറഞ്ഞ പോലെ തൈറോയിഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വന്നിട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് യൂറിനിലും ബ്ലഡിലും ഒക്കെ നോക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പുരുഷന്മാരിൽ വേണം. സ്ത്രീകളിലാണെങ്കിലും ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയാം. കൊല്ലുന്നനെയാണ്, വണ്ണമില്ല. ആര്? ഈ മോള് തീരെ വണ്ണം കുറവാണ്. അല്ല, വണ്ണം ഒരു പ്രശ്നമേ അല്ല. ഈ അകത്തുള്ള അവയവത്തിന്റെ പ്രവർത്തനത്തിന് വണ്ണമോ വണ്ണക്കുറവോ, വണ്ണം ഒരു കൂടിയാൽ പ്രശ്നമാവും, ചിലപ്പോൾ അസുഖങ്ങൾ വരും. കാര്യം വെച്ചാൽ ഹോർമോണുകളുടെ എല്ലാ സിസ്റ്റവും തെറ്റും വണ്ണം കൂടുന്തോറും. പക്ഷേ മെലിഞ്ഞ ഒരാൾക്ക് അവരുടെ പ്രവർത്തനം ശരിയാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അത് നമുക്ക് നോക്കി തന്നെ കണ്ടുപിടിക്കണം. കാര്യം ഈ അണ്ടാശയം നോക്കിയിട്ട് അതിൽ ശരിക്ക് എഗ്സ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. പിന്നെ പ്രോട്ടീൻ പൗഡർ പോലെയുള്ള സപ്ലിമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ കഴിച്ചു തുടങ്ങിക്കോട്ടെ. ഡോക്ടർക്ക് എന്തെങ്കിലും അതിനെന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ, എന്തെങ്കിലും മരുന്നിനെ പറ്റി? അല്ല, പ്രോട്ടീൻ പൗഡേഴ്സ് കിട്ടും. നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചു ഡോക്ടേഴ്സിനെ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. പ്രത്യേകിച്ച് ഈ ഗർഭിണികളാകുന്നവർക്ക് വേണ്ടിയിട്ട് അതിന് മുമ്പേ കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് ഉണ്ട്. സോ അങ്ങനെ, അല്ലെങ്കിൽ ഗർഭിണികളായപ്പോ അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന. സോ ആ പ്രഗ്നൻസി റിലേറ്റഡ് പ്രോട്ടീൻ പൗഡേഴ്സ് ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് വേറെ വന്നിട്ടുണ്ട്. ഓരോന്നിനും ഇപ്പം പ്രോട്ടീൻ ഡ്രിങ്ക് ഉണ്ട്. സോ അപ്പൊ ആ പ്രോട്ടീൻ പൗഡേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ എല്ലാതരം സത്തും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇപ്പൊ വളരെ വണ്ണം വെച്ചിട്ട് ഒരാൾ ഇരിക്കണം എന്നുള്ളതല്ല. ഒരാളുടെ ആരോഗ്യസ്ഥിതി, അസുഖം വരുന്നില്ല, ഇത് പിന്നെ ഹൈറ്റിന് ഏകദേശം വെയിറ്റ് ഉണ്ട് എന്നുള്ള ഇത്രയും കാര്യങ്ങൾ മതി. അതാണ് ആരോഗ്യം കേട്ടോ. ഒത്തിരി ദേഹവണ്ണം കൂടുന്നത് ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണമല്ല. പിന്നെ ഞാൻ ഒരു കാര്യമോട് ഡോക്ടറോട് ചോദിക്കട്ടെ. മൂത്ത മോൾക്ക് നല്ല വണ്ണമാണ്, 3 വർഷം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ല. അപ്പം അത് നോക്കണം. കാര്യം ദുബായിലാണ്. അപ്പൊ ദുബായിലവിടെ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. അവര് നാട്ടിൽ വന്നപ്പോ കാണിച്ചപ്പോ ഈ വണ്ണം 2 പേർക്കും വണ്ണമാണ് ഡോക്ടർ. അതാണ് വണ്ണം സ്ത്രീകളിൽ കുറച്ച് കൂടുതൽ എഫക്ട് ചെയ്യും. കാരണം പുരുഷന്മാരിലും തന്നെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ PCOD പോലത്തെ വല്ല അസുഖവും ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും.
കാര്യം വെച്ചാൽ വണ്ണം കൂടുമ്പം പോളിസിസ്റ്റിക് ഓവറി പോലത്തെ അസുഖങ്ങൾ വന്ന് അണ്ടാശയം പ്രവർത്തനം ഇല്ലാതെയാവും. അപ്പൊ നല്ല എഗ്സ് ഉണ്ടാവാതെ വരും, പീരിയഡ്സ് നോർമൽ അല്ലാണ്ട് വരും. സോ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരും. പിന്നെ ഹോർമോൺസ് പ്രോപ്പർ അല്ലാതെ വരും, സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു പോവും. മറിച്ച് ചിലപ്പം പുരുഷ ഹോർമോണുകൾ ഉണ്ടായി തുടങ്ങും അതിന് ഓപ്പോസിറ്റ് ആയിട്ട്. ഇതൊക്കെ ആ സ്ത്രീയിൽ സംഭവിക്കാം, അതായത് വണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഏത് സ്ത്രീയിലും. ഓക്കെ, സോ അപ്പൊ അത് എന്തായാലും കുറയ്ക്കാം. സന്തോഷം ഡോക്ടർ, എനിക്ക് കിട്ടിയതിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞു തന്നതിന്. ഒരുപാട് സന്തോഷം. എനിക്കും വളരെ സന്തോഷമായി. ഇങ്ങനെ ഡോക്ടറെ എപ്പോഴും കാണുമ്പോഴും ഞാൻ പറയും, അയ്യോ എന്ത് രസമായിട്ടിരിക്കണു, നല്ല ഡ്രസ്സിങ്. ഞങ്ങളെപ്പോഴും വെക്കും ഈ പരിപാടി. ആ എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് ഇതേവരെ വിളിച്ചിട്ട് കിട്ടണില്ല. ഓ സന്തോഷം, സന്തോഷം, വളരെ സന്തോഷം, വളരെ നന്ദിയുണ്ട്. താങ്ക് യു. കീപ് സീയിങ്. എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടുമായിരിക്കും ഈ പ്രോഗ്രാം കൊണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. സോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പം നമുക്ക് എന്തായാലും നമ്മളൊരു കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? മാഡം, എന്റെ പേര് ആതിര എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മാഡം, എന്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഓക്കെ. ഇതിന്റെ ഇടയ്ക്ക് 2.5 മാസമായപ്പോഴത്തേക്ക് ഒരു അബോർഷൻ നടന്നായിരുന്നു. ഓ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോ പ്രഗ്നന്റ് ആവാനായിട്ട് 3 മാസമായിട്ട് ട്രൈ ചെയ്തിട്ട് ആകാഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കാണിച്ചപ്പോ ഫോളിക്കുലർ സ്റ്റഡി നടത്താൻ പറഞ്ഞായിരുന്നു. ഓഹോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പീരിയഡിനൊക്കെ കുഴപ്പമുണ്ടോ? പീരിയഡ്സിന് കുഴപ്പമില്ല, എല്ലാം റെഗുലർ ആണ്. പക്ഷെ ബ്ലീഡിംഗ് ഒക്കെ 2 ദിവസമേ കാണുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഓ, ബാക്കിയൊക്കെ ചെക്ക് ചെയ്തോ? ബാക്കിയെല്ലാം നോർമൽ ആണ്. പക്ഷെ തൈറോയിഡ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 7.7 ആണ്. ഓ, അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. അതിന് മരുന്ന് തുടങ്ങിയല്ലോ? മരുന്ന് കഴിച്ചു തുടങ്ങി. ശരി. പിന്നെ അപ്പോ പീരിയഡ്സിന്റെ 11th ഡേയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫോളിക്കുലറിന്റെ സൈസ് 14x14 മില്ലിമീറ്റർ ആയിരുന്നു. അത് പിന്നെ ഡേയിൽ നോക്കിയപ്പോഴും അത് തന്നെയാണ്. അപ്പൊ ഗ്രോ ചെയ്യുന്നില്ല, വളരുന്നില്ല. വളരുന്നില്ല. പക്ഷെ എൻഡോമെട്രിയത്തിന് തിക്നെസ് ഒക്കെ ഉണ്ട്, 9 mm തിക്നെസ് ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഫോളിക്കുലർ സൈസ് വളർച്ചയില്ല. വളർച്ചയില്ല. അപ്പം ഹോർമോണിന്റെ സപ്പോർട്ട് ഇല്ല എന്നർത്ഥം. അതായത് പക്ഷെ അതിനു മുമ്പ് ഒരു ലെറ്റ് ഓവ്യൂൾ എന്ന് പറയുന്നൊരു ടാബ്ലറ്റ് കഴിച്ചായിരുന്നു 5 ദിവസത്തേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്കാൻ ചെയ്ത് നോക്കിയത്. അല്ല, അതിപ്പം ഇത് എഗ് ഉണ്ടാവാൻ വേണ്ടി തന്നതായിരിക്കാം. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് എഗ്സ് വളരണമല്ലോ. അപ്പോ അത് വളർന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടോ? ഹോർമോണിന്റെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീ ഹോർമോൺ കുറവുണ്ടോ? പുരുഷ ഹോർമോൺ കൂടുതലാവുന്നുണ്ടോ? പിന്നെ അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകൾ നോക്കണം. പോളിസിസ്റ്റിക് ഓവറിയുടെ എങ്ങാനും പീരിയഡ് റെഗുലർ ആയിരിക്കും, പക്ഷെ ചിലപ്പം പോളിസിസ്റ്റിക് ഓവറി ഉള്ളിലുണ്ടെങ്കിൽ ഈ പ്രോപ്പറായിട്ട് ഈ മുട്ടകള് വലുതാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ ചോക്ലേറ്റ് സിസ്റ്റം ഉണ്ടെന്ന് സ്കാൻ ചെയ്തപ്പോ പറഞ്ഞായിരുന്നു. പക്ഷെ അത് പേടിക്കാനൊന്നുമില്ല,
കുഴപ്പമൊന്നുമില്ല, ഒന്നും ചെയ്യണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ല, ഒന്നും ചെയ്യണ്ടെന്ന് വെച്ചാൽ അത് വളരുമല്ലോ. ഓരോ പീരീഡ് കഴിയുമ്പോഴും അത് വളരില്ലേ, അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ? ഉടനെ ഓപ്പറേഷൻ ചെയ്യണം എന്നല്ല, ചെറുതാണെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാനുള്ള ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഓരോ പീരീഡ് ടൈമിൽ അതിന്റെ അകത്ത് ബ്ലഡ് വീണിട്ട് അത് വലുതാവും. പിന്നെ ഒരു സൈസിന് മുകളിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഉള്ളതിനെ ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടാനല്ല, അതിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻസ് കൊണ്ടും ഒക്കെ ഉള്ള മാർഗങ്ങളുണ്ട്, അത് ചെയ്യണം പ്രോപ്പറായിട്ട്. ചിലപ്പോ ഇനി അതാണോ കാരണം എന്നറിയില്ല, പ്രോപ്പറായിട്ട് എഗ്സ് വരാൻ. അത് എൻഡോമെട്രിയോസിസ് എന്ന രോഗത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ചെറിയൊരു സിസ്റ്റ് പോലെ ഫോം ചെയ്തിട്ട് അതിനകത്ത് ബ്ലഡ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യം ഓർക്കണം, നല്ല എഗ്സ് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും ആ അണ്ടാശയത്തില്. അപ്പൊ ഇനി രണ്ട് സൈഡും ഉണ്ടോന്നും അറിയില്ല. സോ അപ്പം അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചെക്കപ്പ്, പിന്നെ അത് ബ്ലഡിൽ നമുക്ക് അറിയാൻ പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ദയവായി ചെയ്താലേ നമുക്ക് ഈ മുട്ടകൾ ഇങ്ങനെ വളരാതിരുന്നാൽ പ്രഗ്നൻസി സാധ്യത ഉണ്ടാവില്ല, വളരെ കുറവാ. 14 നിന്നു എന്ന് വെച്ചാൽ പിന്നെ അതിന്റെ അർത്ഥം അത് നോർമൽ സൈസിൽ എത്തുന്നേ ഇല്ല എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ട. അപ്പൊ അതൊന്നും നല്ല ഈ വന്ധ്യത ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെന്ററിലോ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം കറക്റ്റ് ഹസ്ബൻഡിനെയും ചെക്ക് ചെയ്യണം, രണ്ടും വേണം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. Okay, so further talking about infertility. So അപ്പോ ഈ ഫീമെയിൽസിന് ഈ പോളിസിസ്റ്റിക് ഓവറി ഒരു ബേസിക് ഇപ്പൊ തന്നെ ചിലപ്പോ അതിങ്ങനെ വലിയ തോതില് എല്ലാവർക്കും ഉടനെ പീരിയഡിന്റെ പ്രോബ്ലം വരണം അങ്ങനെയൊന്നുമില്ല. ചിലപ്പം പീരിയഡ് ഒക്കെ ഒരുവിധം വരും, പക്ഷെ കുറച്ച് ബ്ലഡ് കുറവായിരിക്കും. ചെറിയ ചെറിയ വേറെ സിംറ്റംസ് കാണാം, ബ്ലഡ് കുറവായിരിക്കാം, ചിലപ്പോൾ വന്നിട്ട് നല്ല പെയിൻ വരാം. സോ ഇങ്ങനെയൊക്കെ പോലും പോളിസിസ്റ്റിക് ഓവറി അകത്ത് മൈൽഡ് ആയിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ ദ മെയിൻ തിങ് ഇസ് കുട്ടികൾ ഉണ്ടാവില്ല. നോക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ഫോളിക്കുലർ സ്റ്റഡി, അതായത് ഈ മുട്ടകൾ വളരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതിനെയാണ് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഉള്ളൊരു സ്റ്റഡി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഇപ്പൊ പറഞ്ഞ മാതിരി ഇപ്പൊ വിളിച്ച കോളർ പറഞ്ഞ മാതിരി അവർക്ക് പറഞ്ഞ പോലെ ഒരു ലെവലിന് മുകളിൽ എഗ്സിന്റെ ഒരു പ്രോപ്പർ ഗ്രോത്ത് ഉണ്ടാവില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും വാട്ട് ഡസ് ഇറ്റ് മീൻ? അപ്പോ അത് ഹോർമോൺ ഒരു ലെവലിന് ശേഷം പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വലുതായി പ്രോപ്പർ സൈസിലേക്ക് എത്തി പുറത്തു വരണം, എന്നിട്ടേ അത് ബീജമായിട്ട് ചേരുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഓർത്താൽ മതി, അവർക്ക് വന്നിട്ട് ഹോർമോണിന്റെ എന്തോ ഒരു കുഴപ്പം തീർച്ചയായിട്ടും ഉണ്ട്. അത് നോർമലായിട്ട് അതിനെ വലുതാക്കാൻ പറ്റാത്ത രീതിയിൽ. സോ മോസ്റ്റ് പ്രോബബ്ലി ചാൻസസ് വന്നിട്ട് പോളിസിസ്റ്റിക് ഓവറിയുടെ ചെറിയ തുടക്കം സ്റ്റേജ് ആയിരിക്കും. കുറച്ചും കൂടി ഈ സ്റ്റേജ് മോശം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ പീരിയഡ്സ് വരാതെ ഇങ്ങനെ ഒരു അബ്നോർമാലിറ്റി വന്നു തുടങ്ങും. സോ അപ്പോഴാണ് അങ്ങനെ വരുന്നത്. പിന്നെ മുഖത്ത് മുടി വളർച്ച വരുന്നത്, പിമ്പിൾസ് വരുന്നത്, തലമുടി പൊഴിയുന്നത്, ഡാൻഡ്രഫ് ഉണ്ടാവുക. പിന്നെ ഇതൊക്കെ ബേസിക്കലി കാണാം. കറുത്ത പാടുകൾ മുഖത്തും ദേഹത്തും, കഴുത്തിൽ നല്ല ബ്ലാക്കനിങ് ഫീൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറെ സൗന്ദര്യ ഇഷ്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ തടി വെക്കുക നന്നായിട്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂഷ്വലി ഉണ്ടാവും. സോ അങ്ങനെ ഉള്ളവരിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ PCOD കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് കണ്ടുപിടിക്കുകയും ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്താനും എളുപ്പമാണ്. പക്ഷേ തുടക്ക സ്റ്റേജിലുള്ളവർക്ക് നമുക്ക് ഇത് ചെയ്ത് നോക്കി എഗ്സ് ഉണ്ടായില്ല എന്ന് അറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഇത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിപ്പോ പറഞ്ഞില്ലേ, ആ ഒരു രോഗവും ഇതേപോലെ തന്നെയാണ്. ഓരോ പ്രാവശ്യവും പീരീഡ് കറക്റ്റായിട്ട് വരും, പക്ഷെ ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും മിക്കവാറും. എന്നിട്ട് ആ ബ്ലഡ് വെളിയിൽ വരും പോലെ തന്നെ അകത്തോട്ട് വയറിനകത്തും വീഴുന്നുണ്ടാവും. എന്നിട്ട് അത് വീണിട്ട് ഈ ഓവറിയിൽ ഒരു ചെറിയ ബാഗ് പോലെ ഫോം ചെയ്ത് അതിനകത്ത് കളക്റ്റായിട്ട് അതൊരു
സിസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാഗ് ഫിൽഡ് വിത്ത് ബ്ലഡ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ അതിൽ വരുമ്പോഴത്തേക്ക് പിന്നെ ആ ഓവറി വന്നിട്ട് ശരിക്കും ഒരു രീതിയിലും പ്രവർത്തിക്കൂല, എഗ്സ് ഉണ്ടാവൂല. അതിന് വേറെയും പോളിസിസ്റ്റിക് ഓവറിയേക്കാളും കുറച്ചും കൂടി വേഴ്സ്റ്റ് ആണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. കാര്യം വെച്ചാൽ അകത്ത് ബ്ലഡ് വീഴുമ്പോഴത്തേക്കും ഈ കുടൽ ഭാഗങ്ങളെല്ലാം ഈ യൂട്രസ് ഇരിക്കുന്നതിന്റെ ഒക്കെ നടുക്കാണ്. കുടൽ ഭാഗം എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് ഇത് ഈ യൂട്രസിന്റെ കൂടെ ചേർന്ന് പിടിച്ച് പിന്നെ ഓവറി തന്നെ അണ്ടാശയം തന്നെ രണ്ടും ഈ ബ്ലഡിന്റെ ഒരു ബ്ലഡ് എവിടെ ഇരുന്നാലും ഒരുതരം ഒട്ടലുണ്ടാവും. സോ നാച്ചുറലി എല്ലാ അവയവങ്ങൾക്കും ഉണ്ടാവും. സോ അത് യൂട്രസിനോട് ഒട്ടിപ്പിടിക്കുക, പ്രോപ്പറായിട്ട് അതിനെ എഗ്ഗിനെ വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ വരിക, എഗ്ഗ് ഉണ്ടാവാതിരിക്കുക. സോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ യൂട്രസിന്റെ പുറത്തും അതിന് ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. മേളിൽ ഇങ്ങനെ വ്രണങ്ങൾ പോലെ ചെറിയ ചെറിയ അൾസേഴ്സ് പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. യൂട്രസ് സ്കാൻ ചെയ്യുമ്പോൾ നന്നായിട്ട് കാണാം ഇങ്ങനെ ആ ഡെപ്പോസിറ്റ്സ് ഇങ്ങനെ ഉള്ളത്. സോ അപ്പൊ യൂട്രസും ചുരുങ്ങാൻ നോക്കുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. സോ ഈ ചോക്ലേറ്റ് സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗം ഉള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവാനും പ്രയാസമാണ്. പിന്നെ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ സിവിയർ പെയിൻ ഡ്യൂറിങ് പീരിയഡ്, സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ. അപ്പൊ അത് ഒരുപാട് കുട്ടികളിൽ ഉണ്ടാവുമ്പോൾ അമ്മമാരത് ഇഗ്നോർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ പീരിയഡ് ആയ പെയിനൊക്കെ വരും, കുറച്ച് സഹിക്കാൻ പറയും. ഇത് ഇവർക്ക് സഹിക്കാനേ പറ്റാത്ത സ്കൂളിലോ കോളേജിലോ പോകാതെ ഇവര് ചിലപ്പോൾ കറങ്ങിയൊക്കെ വേണ്ടി വീട്ടിൽ വന്നാൽ പോലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാതെ മുമ്പോട്ട് പോകുന്നവരുണ്ട്. പിന്നെ അനുഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാതെ ആകുമ്പോഴാണ്. അപ്പോഴും ഒരു വേഴ്സ് സ്റ്റേജിലേക്ക് എത്തും. ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിൽ. അപ്പോഴൊക്കെയാണ് പിന്നെ IVF, ICSI എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ട്രീറ്റ്മെന്റ്, വലിയ ചെലവുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് പോകേണ്ടിയും വരും. നമുക്ക് അടുത്ത കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഹലോ, ഞാൻ നിമിഷയാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ നിമിഷയാണ്, പാലക്കാട്ട് നിന്നാണ്. ഓക്കെ. ഞാനൊരു PCOD പേഷ്യന്റ് ആണ്. ഞാൻ ഹോമിയോപ്പതിയാണ് കാണിച്ചിരുന്നത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഇറഗുലർ പീരീഡ്സ് ആയപ്പോ ഞങ്ങള് കോവൈ ഹോസ്പിറ്റലിൽ പോയി. അവര് ഡ്രോണിസ് 30 എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ ആണ് തന്നത്. അത് കഴിച്ച് മാസം മാസം റെഗുലർ പീരീഡ്സ് ആവുന്നാണ് പറഞ്ഞത്. കഴിച്ചോ? കഴിക്കുന്നുണ്ട് ഇപ്പോഴും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാ പ്രഗ്നൻസി വേണ്ടത് വെച്ചാൽ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ പ്രഗ്നൻസി വേണ്ടേ? അല്ല, ഇപ്പൊ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ്. ശരി. അല്ല, ഈ PCOD ഉണ്ടെങ്കിൽ ആകാനും പ്രയാസമാണ്. വേണം എന്ന് വെച്ചാൽ തന്നെ ചിലപ്പോ ആകില്ല. അതും കൂടി ഓർത്തോളണം. കാര്യം നമുക്ക് ഇഷ്ടമുള്ളപ്പോ ആകുന്ന ഒരു സംഭവം അല്ല അത്. അത് ഒരിക്കലും ആർക്കും അല്ല. നോർമലായിരിക്കണവർക്ക് പോലും നമുക്ക് ഇഷ്ടമുള്ളപ്പോ പ്രഗ്നൻസി വന്നോളും എന്ന് പറഞ്ഞ് വിചാരിക്കണത് തെറ്റായ ഒരു തോന്നലാണ്. അങ്ങനെ വരുമൊന്നുമില്ല. പ്രഗ്നൻസി അതിന്റെ കുറേ കാര്യങ്ങൾ വരുന്നല്ലേ. പക്ഷെ PCOD ഉള്ളപ്പോഴത്തേക്കും എൻ്റെ ഒരു അഡ്വൈസ്, ബെറ്റർ ട്രൈ ഏർലി. എന്നുവെച്ചാൽ വയസ്സ് പോയിക്കൊണ്ടേ ഇരിക്കും തോറും പിന്നെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും, പിന്നെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആയില്ല എന്ന് വരും, ചിലപ്പം ട്രൈ ചെയ്ത് തുടങ്ങിയാലും ആയില്ല എന്ന് തന്നെ വരും. ചിലപ്പോ അടുത്തടുത്ത് ഈ മെഡിസിൻ കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. പക്ഷെ ഇത് എത്ര നാള് അതിനൊരു കാലയളവുണ്ട്. ദാറ്റ് ഈസ് ഡോക്ടർ അത് എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. യൂഷ്വലി അത് നമുക്കൊരു റെജീം എന്ന് പറയും. അതായത് ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് കാണും. PCOD എന്ന് പറയുന്നത് ഒറ്റ മരുന്ന് കൊണ്ടൊന്നും മാറ്റാൻ പറ്റുന്നതല്ല. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു അസുഖത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റൂ. ദേഹത്തിൽ നിന്ന് എടുത്തു കളയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അണ്ടാശയം ഉള്ളിടത്തോളം കാലം എന്നൊക്കെ ഈ ഒരു സ്ത്രീയിൽ തടി കൂടുന്നുണ്ടോ ഇല്ലെങ്കിൽ അവരുടെ ഭക്ഷണ രീതികൾ മാറുന്നുണ്ടോ തീർച്ചയായിട്ടും വരും. ഒന്നും കണ്ടിരുന്നില്ല, ഈ റെഗുലർ പീരീഡ്സ് മാത്രമാണ് കണ്ടിരുന്നത്. അത് മതിയല്ലോ. അപ്പൊ പക്ഷേ പ്രോപ്പറായിട്ട് എഗ്സ് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോളിസിസ്റ്റിക് ഓവറി കൊണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ ഏറ്റവും ആദ്യത്തെ കാര്യം ഇപ്പം ഇന്ത്യയിലെ മാക്സിമം കാണുന്നത് പോളിസിസ്റ്റിക് ഓവറിയാണ്.
ഓക്കെ. ഇറഗുലർ പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എഗ്സ് ഉണ്ടാവുന്നില്ല. കറക്റ്റായിട്ട് ഒരു സ്ത്രീക്ക് എല്ലാ മാസവും ഒരു എഗ്ഗെങ്കിലും ഉണ്ടാവണം. ഉണ്ടായാൽ പ്രോപ്പറായിട്ട് എല്ലാ ഹോർമോണും അവർക്കുണ്ടാവും, സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുന്നത്. നാച്ചുറലി അവർക്ക് പ്രീ പീരിയഡ്സും കറക്റ്റായിട്ട് വരും. സോ പീരിയഡ്സ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പം. അതിന്റെ അർത്ഥം എഗ്സ് ഉണ്ടാവുന്നില്ല. പ്രോപ്പറായിട്ട് തനിയെ പ്രവർത്തിക്കാൻ ഓവറീസ് അണ്ടാശയത്തിന് പറ്റുന്നില്ല. സോ ഡിലേ ചെയ്യാതെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ട്രീറ്റ്മെന്റ്. ചിലപ്പോൾ ഈ ഒരു മരുന്ന് മാത്രം കൊണ്ട് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. വെയിറ്റ് റിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് വേണം. ആഹാര രീതികൾ, ഭക്ഷണ രീതികൾ മാറ്റണം. ഇറ്റ് ഈസ് ഒരു കോംപ്ലക്സ് സംഭവമാണ് ഈ PCOD എന്ന് പറഞ്ഞ ഒറ്റ മരുന്നിലൊന്നും. അപ്പോഴത്തേക്ക് പീരീഡ് വരുമായിരിക്കും, നിർത്തുമ്പോൾ വീണ്ടും പീരീഡ് വരാതെ ആവും. സോ അതിന്റെ കൂടെ ഒത്തിരി കാര്യങ്ങൾ വരണം. അങ്ങനെയായിരുന്നു, മെഡിസിൻസ് നിർത്തി കഴിഞ്ഞാൽ 2-3 മാസം കുഴപ്പമുണ്ടാവില്ല, പിന്നെയും പഴയ പോലെയാവും. അല്ല, അതാ പറഞ്ഞത്. അതുകൊണ്ട് അത് ഒരു ഗുളിക കൊണ്ടൊന്നും മാറുന്നതല്ല സംഗതി. അതിന് ഒത്തിരി ഡോക്ടർ, പേഷ്യന്റ് രണ്ടുപേരുടെ എഫേർട്ടും വേണം. പ്രോപ്പറായിട്ടുള്ള എഫേർട്ട്. മാസം തോറും പ്രോപ്പറായിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്ത്, ആ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച്, ഭക്ഷണ രീതികൾ പറഞ്ഞു തരണം നിങ്ങൾക്ക്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ ഷുഡ് ഹാവ് ടു ഡു. ഒരു PCOD പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയമെടുത്ത് അവർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരുടെ പാർട്ടിസിപ്പേഷനും പ്രോപ്പർ ആയിരിക്കണം പേഷ്യന്റിന്റെ. അപ്പം അങ്ങനെ ഉണ്ട്. ഭക്ഷണ രീതികളിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തണം. മധുരമൊക്കെ ഒത്തിരി കുറയ്ക്കണം, ഫാറ്റുള്ള ഭക്ഷണം കുറയ്ക്കണം, ബേക്കറിയിൽ നിന്നൊക്കെ ഒത്തിരി വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ കുറയ്ക്കണം, ജങ്ക് ഫുഡ്, ചൈനീസ്, ഇതൊക്കെ മാറ്റം വരുത്തിയാൽ മാത്രം നല്ല ഹെൽത്തി ഫുഡിലേക്ക് പോവുക. മിനിമൽ എക്സസൈസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ഒരു ദിവസം എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ PCOD എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടെങ്കിൽ അത് കുറയാൻ സാധ്യതയുള്ളൂ. ഓക്കെ. Okay, thank you so much for calling. So നമുക്ക് how can we നമുക്ക് എങ്ങനെ ഈ ഒരു PCOD ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ വരാതിരിക്കാനോ ഉള്ള കുറച്ച് കോമൺ സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും? അതിപ്പോ PCOD ഇപ്പോഴാണല്ലോ നമ്മൾ ഇത് കേൾക്കുന്ന മുഴുവൻ. ലാസ്റ്റ് ഒരു 10-15 ഇയേഴ്സിനകത്ത് സത്യം പറഞ്ഞാൽ വളരെ ഓൾഡ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് അവർക്കൊരു പ്രോപ്പർ റെജീം കൊടുക്കാൻ പോലും അവർക്ക് ആ ഒരു എക്യുപ്ഡ് അല്ല അവര്, ഒരു ഏജിന് മുകളിലുള്ളവർക്ക്. സോ എന്തെന്ന് വെച്ചാൽ അവരുടെ ടൈമിൽ ഇത് കണ്ടിട്ടും കൂടി ഇല്ലാത്ത, അധികം കാണാത്ത ഒരു ഡിസീസ് ആയിരിക്കും. സോ അവരത് ട്രീറ്റ് ചെയ്ത് ശീലം ഉള്ളവരായിരിക്കില്ല. സോ അങ്ങനെയുള്ളവർ ചിലപ്പം അതങ്ങനെയാണ് ഞാൻ പലരെയും കണ്ടിട്ടുള്ളത്. കോൺട്രസെപ്റ്റീവ് പിൽസ് കൊടുത്തിട്ട് ഒരു 3 മാസം കഴിച്ചോളൂ, പീരീഡ് റെഗുലർ ആയിക്കോളും. എവിടെ റെഗുലർ ആവാൻ? ഒരിക്കലും റെഗുലർ ആവില്ല. ഈ കുട്ടിയുടെ ബേസിക് സംഭവങ്ങൾ മാറ്റാതെ. സോ ബേസിക് സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓവർ ഫാറ്റി ഫുഡ്, ബീഫ്, മട്ടൺ, ചിക്കൻ പോലത്തെ റെഡ് മീറ്റ് ഒത്തിരി കഴിക്കുന്നത് വൺ തിങ്. ഫിഷ് ഈസ് ഓക്കെ, എഗ് വൈറ്റ് കഴിച്ചോളാൻ പറയും നമ്മൾ, ദാറ്റ്സ് ഓൾ ഓക്കെ. ഈ റെഡ് മീറ്റ് എന്ന് പറയുന്ന അതും ചിക്കൻ ഒരുപാട് കഴിക്കുന്ന ഒരു ടെൻഡൻസി ഇന്നത്തെ കുട്ടികളിൽ ഒരുപാടുണ്ട്, ആൻഡ് വലിയവരിലും ഉണ്ട്. സോ അതുകൊണ്ട് പിന്നെ ഈ ബീഫ് ഈറ്റിംഗ് ഓൾസോ ഒരുപാട് കൂടുതൽ കേരളത്തിലാണ്. സോ അതെല്ലാം വന്നിട്ട് കൊളസ്ട്രോളിനെ ഒരുപാട് കൂട്ടുകയും പിന്നെ വേണ്ടാത്ത കുറെ ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ അനാവശ്യമായിട്ട് കയറുകയും ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നാച്ചുറലി മോശം ഫുഡ് കഴിക്കുമ്പം മാലിന്യങ്ങൾ, അതായത് ടോക്സിസിറ്റി നമ്മുടെ ബോഡിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാലിന്യം കൂടിയാൽ ഈ ഒരു അവയവം മാത്രമല്ല, ഓവറി പ്രവർത്തിക്കാതെയാവും. അപ്പോഴാണ് കുട്ടികൾ ഉണ്ടാവാതെ വരുന്നത്. അത് മാത്രമല്ല, ബാക്കി ലിവർ, എല്ലാ അവയവങ്ങൾക്കും ദോഷം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്ന നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നു എന്നുള്ളത്. അത് ചിലപ്പം വല്ലപ്പോഴും ഒക്കെ ആവുമ്പോഴത്തേക്കും അറിയില്ല. റെഗുലർലി ജങ്ക് ഫുഡ് കഴിക്കുക, റെഗുലറായിട്ട് പിസ്സ വാങ്ങിച്ച് കഴിക്കുക. ഇപ്പൊ പിസ്സ ഒന്നും ഇല്ലാതെ ഇപ്പൊ ഒരു കുട്ടികൾക്കും പറ്റുന്നില്ല. ഓർഡർ ചെയ്യുക, വീട്ടിൽ കൊണ്ടുവരിക, അത് മാത്രമേ കഴിക്കൂ. ചിലപ്പം ലഞ്ച് അത് മതി, അല്ലെങ്കിൽ നൈറ്റ് അത് മതി എന്നൊക്കെ പറയുന്ന കുട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫുഡ് കൾച്ചർ തുടങ്ങിയാൽ അസുഖങ്ങൾ വരിക തന്നെ ചെയ്യും. സോ നോർമൽ ഇന്ത്യൻ ഡയറ്റ്, അതിലും നോർമൽ കേരളൈറ്റ് ഡയറ്റ് ഇസ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഈ പറഞ്ഞ മാതിരി മീൻ കറിയും ചോറും, ആവശ്യത്തിന് ചോറും മീൻ കറിയും എന്നൊക്കെ പറഞ്ഞാൽ ദ ബെസ്റ്റ് ഫുഡിൽ ചേർക്കാവുന്നുള്ളൊരു സാധനം. അതേപോലെ ആവിയിൽ വേവിച്ചതാണ് നമ്മളിപ്പോൾ കേരളീയരിൽ നോക്കിയാൽ കൂടുതൽ നമ്മൾ പണ്ടത്തെ കാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുട്ട്,
ഇടിയപ്പം, അങ്ങനെയൊക്കെ ഉള്ള സമയം, ഇഡ്ഡലി. സോ ഇതെല്ലാം ആവിയിൽ വേവിച്ചത് നമ്മളെ കേരളീയരിൽ വളരെ ഫേമസ് ആയിരുന്നു. സോ അന്നൊക്കെ എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കാരണമാണ്. പിന്നെ പണിയെടുക്കുമായിരുന്നു, സ്ത്രീകൾക്ക് ജോലിയുണ്ട്, തീർച്ചയായിട്ടും നല്ല ജോലി അവർ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതില്ലെങ്കിൽ പോലും, അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, എന്നാൽ പോലും അവർക്ക് എക്സസൈസ് എങ്കിലും ഒരു അരമണിക്കൂർ ചെയ്യാം. അതും മടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതും പറ്റില്ല. പക്ഷേ ഈ സ്വീറ്റ്സ് എല്ലാം കഴിക്കണം. സ്വീറ്റ്സ് PCODയുടെ ഒക്കെ വലിയൊരു എതിരാളിയായിട്ട് വരും. സോ ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ പുരുഷന്മാരിൽ വരുമ്പം സെമൻ കൗണ്ട് കുറയാൻ ഒരു വലിയൊരു കാരണം എനിക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്, ഇപ്പൊ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ മെയിൽസിലും മാക്സിമം സെമൻ കൗണ്ട് കുറയുക, അല്ലെങ്കിൽ സെമൻ കൗണ്ട് ഉണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ട് കാര്യമായില്ല. ചലനശേഷി നല്ലോണം മൂവ് ചെയ്യുന്ന സെമൻ സ്പേംസ് സെമനിൽ ഉണ്ടാകണം. അതായത് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അകത്തോട്ട് നല്ലോണം നല്ല രീതിയിൽ അതിനെ സ്വിം ചെയ്യാൻ പറ്റും. അതിന് ഒരു മുകളിലോട്ട് കയറിപ്പോയി ഈ എഗ് എവിടെ ഇരിക്കുന്നോ സ്ത്രീയുടെ അവിടെ എത്താൻ ഇതിന് കഴിവുണ്ടാവണം. സോ അതിന് പറ്റണത് മോട്ടിലിറ്റി എന്ന് പറയും. സോ ആ സംഭവം വളരെ കുറയുന്നത് സ്മോക്കിംഗ് ഉള്ള ആണുങ്ങളിൽ വളരെ കുറഞ്ഞു കണ്ടിട്ടുണ്ട്. അതേപോലെ ഡ്രിങ്കിങ് ഓൾസോ അഫക്ട്സ്. പിന്നെ വേറെ ഒരുപാട് തടിയും വേറെ ഹോർമോൺ പ്രശ്നങ്ങളുള്ളവരിലും ഈ ഹോർമോൺസ്, അതായത് പുരുഷ ഹോർമോണുകൾ കുറഞ്ഞു പോകുന്നവർക്ക്, അപ്പം പുരുഷന്മാർക്കും ഇതേ ഭക്ഷണ രീതികൾ ഓവറായിട്ട് മീറ്റ് കഴിക്കുകയും ഓവർ സ്വീറ്റ്സ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി അവർക്കും ഈ എങ്ങനെയാണോ ഈ ഓവറി അണ്ടാശയം നമ്മൾ പറയണോ അതുപോലെ തന്നെയാണ് ടെസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം. അതിൽ നിന്നാണല്ലോ ബീജങ്ങൾ ഉണ്ടാവുന്നത്. സോ ടെസ്റ്റിസും വളരെ പെട്ടെന്ന് ക്ലൈമറ്റിൽ എഫക്റ്റ് ആവും, അതേപോലെ ഭക്ഷണ രീതികളിൽ എഫക്റ്റ് ആവും. സ്മോക്കിംഗ് ഈസ് ദ വേർസ്റ്റ് തിങ് ദറ്റ് ഐ ക്യാൻ സേ ദറ്റ് ഈ കൗണ്ട് ഇല്ലാതാക്കുക എന്നുള്ളത്. സോ പിന്നെ ഉള്ളത് പഴുപ്പ്. സോ പഴുപ്പ് കൂടുതൽ സെമനിൽ ഉണ്ടെങ്കിൽ, ദറ്റ് ഈസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇത് ചെയ്യാൻ മടിക്കരുത്. മെയിൽസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവള് നോക്കട്ടെ, അവളുടെ എല്ലാരും എന്ന് പറഞ്ഞത് ഭാര്യയെ കൊണ്ട് ഇരുത്തിയിട്ട് എല്ലാം അവളുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ ബാഡ് ആറ്റിറ്റ്യൂഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ പറയുന്ന ഒരാൾ ശരിയേ അല്ല. ഞങ്ങൾ രണ്ടുപേരെയും നോക്കൂ. സോ ഐ മേക്ക് ഇറ്റ് വെരി ഷുവർ ഇറ്റ് ഈസ് എ കപ്പിൾ ട്രീറ്റ്മെന്റ്. അതെന്തിനാണ് ഒരാളെ മാത്രം അയാൾക്കേ കുറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കണം? സ്ത്രീക്ക് മാത്രമേ കുറ്റമുള്ളൂ. ഞാൻ കണ്ടിട്ടിടത്തോളം 50-50 ഈക്വൽ പ്രോബ്ലം രണ്ടു പേർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. ടെസ്റ്റ് ചെയ്താലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ടെസ്റ്റ് ചെയ്യാനേ സമ്മതിക്കാത്ത പുരുഷന്മാരുണ്ട്. സോ നോട്ട് അറ്റ് ഓൾ റൈറ്റ്. അപ്പം ശരിക്കും ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ ഒക്കെ കളഞ്ഞിട്ട് ഞാനും പ്രശ്നമുള്ളവനായിരിക്കും ആകാം എന്ന് ദയവായി സമ്മതിക്കാനുള്ള മനസ്സുണ്ടാക്കുക. സോ ഭാര്യയെ കൊണ്ടിരുത്തിയിട്ട് എല്ലാ ടെസ്റ്റും ചെയ്ത് ഓപ്പറേഷൻ വരെ ചെയ്യിപ്പിക്കില്ല, ലാപ്രോസ്കോപ്പി ഒക്കെ വരെ, എന്നിട്ട് ഇവരൊന്നും ചെയ്യാതിരിക്കും. സോ അങ്ങനെ സമ്മതിച്ച് കൊടുക്കാൻ എന്നെ പോലുള്ള ഡോക്ടേഴ്സ്, ഞാനൊന്നും സമ്മതിച്ചു കൊടുക്കുകയില്ല. നിങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ രണ്ടുപേർക്കും കൂടെ ചെയ്തു തരാം. അല്ലെങ്കിൽ വാട്ട്സ് ദ യൂസ്? ഒരാൾ മാത്രം ടെസ്റ്റ് ചെയ്ത് എല്ലാത്തിനും ഒരാൾക്ക് മാത്രം നമ്മളെല്ലാം വിധേയമാക്കണം, മറ്റേ ആൾക്ക് വന്നിട്ട് അയാൾ 100% പെർഫെക്റ്റ് എന്ന് ഏത് മനുഷ്യനെ നമുക്ക് പറയാൻ പറ്റും? നമ്മൾ ആരും 100% പെർഫെക്റ്റ് അല്ല. മാക്സിമം ഹെൽത്തി എന്ന് പറയുന്ന ഒരു 90% പെർഫെക്റ്റ്, അത്രേ ഉള്ളൂ. സോ ഒരു കാര്യം ആലോചിക്കുക, എപ്പോഴും കപ്പിൾ ട്രീറ്റ്മെന്റ്. ഈ വന്ധ്യത വന്നാൽ പ്ലീസ് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ സഹകരിക്കുക. ദമ്പതികളായിട്ട് ജസ്റ്റ് കപ്പിൾസ് ആയിട്ട് വന്നിട്ട് ഒരുമിച്ച് നിങ്ങളുടെ രണ്ടുപേർക്കും കുറ്റങ്ങൾ കാണും. മനുഷ്യനാണ്, ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മതി ഒരുപാട് ദോഷങ്ങൾ വരാനായിട്ട്. സോ ഫസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ ഈസ്, ബേസിക് അഡ്വൈസ് ഈസ്, പ്ലീസ് നിങ്ങളുടെ ഇന്നത്തെ ഉള്ള ജനറേഷൻ, അറ്റ്ലീസ്റ്റ് ഇൻ യുവർ 20s and 30s പറയാനുള്ളത്, പ്ലീസ് നിങ്ങളുടെ ഈ ഭക്ഷണ രീതി ഒന്ന് നോർമൽ ആയിട്ട് കുറച്ചെങ്കിലും നോർമൽ ആക്കാൻ ശ്രമിക്കുക. യു വിൽ ഗെറ്റ് ബെറ്റർ. സോ ഇൻഫെർട്ടിലിറ്റി കൂടുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ടോക്സിക് സംഭവങ്ങൾ, മാലിന്യങ്ങൾ ദേഹത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കളയാനുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നില്ല. സോ വൺ ബിഗ് അഡ്വൈസ് ഇസ്, പ്ലീസ് ഈ വന്ധ്യത എന്ന് പറയുന്നത് വളരെ ഒരു സങ്കടകരമായ അവസ്ഥയാണ്.
ഒരു കുഞ്ഞുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് വർഷങ്ങളോളം അതിനുവേണ്ടി നടക്കുക, ട്രീറ്റ്മെന്റ് എടുക്കുക, അതിനുവേണ്ടി മാത്രം ബന്ധപ്പെടാൻ ശ്രമിക്കുക ആണും പെണ്ണും. ഇതൊക്കെ വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. നമ്മുടെ മുമ്പ് വന്നിരുന്ന് കരയുന്ന, ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മുമ്പേ വന്നിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടികളെയും സങ്കടപ്പെടുന്ന പുരുഷന്മാരെയും കണ്ടിട്ടുണ്ട്, സ്ഥിരം കാണുകയാണ്. സോ അപ്പം പ്ലീസ് അത് വരുത്താതിരിക്കണമെങ്കിൽ ആദ്യമേ കുറച്ച് ഫുഡിലൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ, സോ ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. വന്ധ്യതയുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ എപ്പോഴും വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. എൻ്റെ ഹോസ്പിറ്റൽ ഞാൻ ഇപ്പം ഉണ്ടാവുന്നത് ട്രിവാൻഡ്രത്താണ്, പേട്ട എന്നുള്ള സ്ഥലത്ത്, അക്ഷരവേദി റോഡ്, പുനർജനി ഹോസ്പിറ്റൽ. സോ അവിടുത്തെ നമ്പർ വിളിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളും ചോദിക്കാം. ആൻഡ് ഡെഫിനറ്റ്ലി തീർച്ചയായും ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും യു ക്യാൻ അപ്രോച്ച് മീ ഓൾസോ ഡെഫിനറ്റ്ലി. സോ കപ്പിളായിട്ട് തന്നെ വരണം വരുമ്പം. ഓക്കെ, താങ്ക് യു. അപ്പം ലൈഫ് ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം നെക്സ്റ്റ് വീക്ക്, സെയിം ടൈം സെയിം ഡേ. ടിൽ ദെൻ ബൈ. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959.